പതിനേഴാം ദിവസം രാവിലെ 11 മണി. ശ്രദ്ധിക്കുക, ഈ ആഴ്ചയിൽ നിങ്ങൾക്കൊരു ഡെയിലി ടാസ്ക് തരാൻ പോകുകയാണ് ബിഗ് ബോസ്. ടാസ്കിന്റെ പേര് ദ ലൈഫ് സ്റ്റോറി. നിങ്ങളിൽ ഒരു മത്സരാർത്ഥിയുടെ കഥ ഇന്നിവിടെ പൂർണ്ണമായും വെളിപ്പെടുത്തേണ്ട സമയം എത്തിയിരിക്കുന്നു. ഇന്ന് പ്രേക്ഷകർ തീരുമാനിച്ചിരിക്കുന്നത് നോബിതയാണ്. നോബിത, താങ്കളുടെ കഥ ആക്ടിവിറ്റി ഏരിയയിൽ മറ്റു മത്സരാർത്ഥികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. എന്റെ ലൈഫിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്റെ ലൈഫിൽ ഇതുവരേക്കും. എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയി എന്ന് എനിക്ക് തോന്നിയത് ഡോറിമോൻ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. എൻ്റെ അച്ഛൻ ഒരു ബിസിനസ്സിലെ ഹെഡ് ഓഫീസറായി ജോലി ചെയ്യുന്നു. നോബി എന്നാണ് അച്ഛൻ്റെ പേര്. അമ്മയുടെ പേര് സുസുക്കി, ഹൗസ് വൈഫാണ്. അപ്പോൾ എൻ്റെ കഥ കുറച്ച് പ്രേക്ഷകർക്കെങ്കിലും അറിയാം. എന്നാലും യഥാർത്ഥമായിട്ടുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത്, ഒരു കാലത്ത് നിരവധി പ്രശ്നങ്ങളോടുകൂടി, നിരവധി ഫിനാൻഷ്യൽ ആയിക്കോട്ടെ കുറേ പ്രശ്നങ്ങളായിട്ട് കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്നൊക്കെ മുക്തനായി സക്സസ് ആയി ഇന്ന് ജീവിതത്തിൽ ഓരോ ഷോ ചെയ്ത് ഡോറിമോൻ എന്നൊരു ഷോയിൽ ഞാൻ വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ മാറിയത്. അപ്പോൾ അതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു, എന്നെ തിരഞ്ഞെടുത്തതിന്. സോ അതിനുശേഷം ഇപ്പോൾ പുതിയ ഡോറിമോൺസിൻ്റെ കുറച്ച് സിനിമകളൊക്കെ പുറത്ത് വന്നു. അതിനുശേഷം പുതിയതായിട്ടൊന്നും വന്നില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സമയത്താണ് ബിഗ് ബോസ് എന്നെ വിളിക്കുന്നത്. ഈ ഒരു ഗെയിം ഷോയുടെ ഒരു മത്സരാർത്ഥിയായിട്ട് വരുമോ എന്ന് ചോദിച്ചു. ഒന്നും ആലോചിച്ചില്ല, ഞാൻ വരാമെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ വന്നു. അങ്ങനെ 1-ാം ദിവസം തൊട്ട് 16 ദിവസം കഴിഞ്ഞ് 17-ാം ദിവസം ബിഗ് ബോസ് ഷോയിലൂടെ എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയേറെ സന്തോഷം. 50 ദിവസവും ഈ വീടിനുള്ളിൽ നിൽക്കണമെന്ന് തന്നെയാണ്, നിങ്ങളെപ്പോലെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഈ വീട്ടിൽ ഓരോ മത്സരാർത്ഥികളും നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പുറത്തിരിക്കുന്ന പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ലൈഫിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാരണങ്ങളും ഒന്നുമില്ല ബിഗ് ബോസ്. പിങ്കി, ഇപ്പോൾ താങ്കൾക്ക് താങ്കളുടെ ജീവിതകഥ പറയുവാനുള്ള സമയമായി.